അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം, സീറത്തുൻ നബവിയ്യ, ഒരു വിഷയത്തിൻ്റെ തുടർച്ചയെന്നോണം 80-ാമത്തെ ഒരു ഭാഗത്ത് അപ്പോൾ നമ്മൾ സൂചിപ്പിച്ചു കൊണ്ടിരിക്കുന്നു ഉഹുദിൻ്റെ അനന്തരമുള്ള ഒറ്റപ്പെട്ട ചില സംഭവങ്ങളായിരുന്നു നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരുന്നത്. കഴിഞ്ഞ ഭാഗത്ത് ആ വിവാഹങ്ങളുമായി ബന്ധപ്പെട്ട്, അതേപോലെ തന്നെ വിവാഹമായിട്ട് ബന്ധപ്പെട്ട അവസാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ പ്രധാനപ്പെട്ട ഒരു വിലക്കിനെ സംബന്ധിച്ച് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഈ ഒരു ഭാഗം നമ്മൾ ആരംഭിക്കുന്നത് അതിനെ തുടർന്ന് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമയത്ത് നൽകിയ മറ്റൊരു പ്രധാനപ്പെട്ട വിലക്ക് സൂചിപ്പിച്ചുകൊണ്ടാണ്. അത് മദ്യം വിലക്കിക്കൊണ്ടുള്ള ആ ഒരു കൽപ്പന ആ സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. ഇപ്പോൾ ജാഹിലിയ കാലഘട്ടത്തിൽ ആ സമൂഹത്തിൽ മദ്യത്തിനുണ്ടായിരുന്ന സ്വാധീനം നമ്മൾ സീറയുടെ ആരംഭ ഭാഗങ്ങളിൽ അറേബ്യയുടെ സാംസ്കാരിക രംഗത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ച സമയത്ത് നമ്മൾ പരാമർശിച്ചിരുന്നു. മദ്യം അത്രയേറെ സുലഭമായിരുന്നു. അവരുടെ സുഖങ്ങളിലും ദുഃഖങ്ങളിലെല്ലാം ഒരു നിലക്കും ഒഴിവാക്കാൻ പറ്റാത്തൊരു പാനീയമായിട്ട് മദ്യം അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ജാഹിലിയ കവിതാ സമാഹാരങ്ങളിൽ പോലും ആ മദ്യത്തെ അങ്ങേയറ്റം വർണ്ണിക്കുന്ന അല്ലെങ്കിൽ അതിനെ പ്രശംസിക്കുന്ന രൂപത്തിലുള്ള വരികൾ കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ ഉള്ള ആളുകൾ പോലും തുടക്ക കാലഘട്ടത്തിൽ ആ മദ്യം അവരിലുണ്ടാക്കിയ സ്വാധീനം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അതേസമയം ചില ആളുകൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക, ചില ആളുകൾ, ഒറ്റപ്പെട്ട ചില ആളുകൾ, അവർ മദ്യം സ്പർശിക്കാതെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെ, അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ, ചില ആളുകൾ അവരുടെ ആ ഫിത്രയിൽ തന്നെ അത് ഉപേക്ഷിച്ച ആളുകളും ആ സമൂഹത്തിലുണ്ടായിരുന്നു. റസൂലുള്ളാഹിൻ്റെ നുബുവത്തിന് ശേഷവും അല്ലാഹു സുബ്ഹാനഹു വ തആല മദ്യം പൂർണ്ണമായിട്ട് വിലക്കിയിട്ടുണ്ടായിരുന്നില്ല. അത് ഇസ്ലാം ഘട്ടം ഘട്ടമായിട്ട് ആ തദ്രീജ്, ആ രൂപത്തിലാണ് ആ വിലക്ക് നടപ്പിലാക്കിയത്. ഇപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചതോടെ ഈ ഒരു വിഷയത്തിൽ വ്യക്തമായിട്ടുള്ള കണിശമായിട്ടുള്ളൊരു നിലപാട് വരാൻ വേണ്ടി അദ്ദേഹം അങ്ങേയറ്റം ആഗ്രഹിച്ചു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. നമുക്കറിയാം പല സന്ദർഭങ്ങളിൽ, 7ഓളം സന്ദർഭങ്ങളിൽ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ തീരുമാനങ്ങൾ, അഭിപ്രായങ്ങളെ ശരിവെച്ച് പരിശുദ്ധ ഖുർആനിലുള്ള വചനങ്ങൾ അവതരിപ്പിച്ചിരുന്നു. പല സമയത്ത് അദ്ദേഹത്തിൻ്റെ നിലപാടുകളെ ശരിവെച്ചുകൊണ്ടായിരുന്ന ആയത്തുകളും കൽപ്പനകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. ഫിഖ്ഹി ഗ്രന്ഥങ്ങളിലെല്ലാം മുവഫഖാത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് എന്നുള്ളൊരു ചാപ്റ്ററിനെ കാണാൻ സാധിക്കും. ഈ രംഗത്തും ഉമർ റളിയല്ലാഹു അൻഹു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. സുനൻ തുർമുദിയിൽ കടന്നു വരുന്നൊരു ഹദീസിൽ ഉമർ റളിയല്ലാഹു അൻഹു മദ്യവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയൊരു പ്രാർത്ഥന, അല്ലാഹുമ്മ ബയ്യിൻ ലനാ ഫിൽ ഖംരി ബയാനൻ ഷാഫിയ. ഓ അല്ലാഹ്, മദ്യവിഷയത്തിൽ തൃപ്തികരമായിട്ടുള്ളൊരു കൽപ്പന, ഒരു വിശദീകരണം നീ നൽകണേ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കാൻ. ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ പ്രാർത്ഥിച്ച സമയത്ത് ആദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയുടെ 219-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമയത്താണ് അവതരിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിരി ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീർ വമനാഫിഉ ലിന്നാസി വഇസ്മുഹുമാ അക്ബറു മിൻ നഫ്ഇഹിമാ. ഓ പ്രവാചകരെ, മദ്യത്തെ സംബന്ധിച്ച് അതേപോലെ തന്നെ ചൂതാട്ടത്തെ സംബന്ധിച്ചെല്ലാം താങ്കളോട് അവർ ചോദിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അതിൽ ഗുരുതരമായിട്ടുള്ള പാപമുണ്ട്, ചില പ്രയോജനങ്ങളുണ്ട്, പക്ഷേ ആ പാപമാണ് അതിന് മുന്നിട്ട് നിൽക്കുന്നത്. അതായിരുന്നു ആദ്യമായിട്ട് ആദ്യത്തെ സ്റ്റെപ്പ്, അതാണ് ആദ്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ കൽപ്പന. ഇപ്പോൾ റസൂലുള്ളാഹി ഒരു ആയത്ത് ലഭിച്ച ഉടനെ ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് ആ ഒരു ആയത്ത് ഓതി കേൾപ്പിച്ചു. അപ്പോൾ ആ ഒരു ആയത്ത് പ്രകാരം പൂർണ്ണമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കുന്നില്ല. അപ്പോൾ ആ സമയത്തും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു നേരത്തെ നടത്തിയ പ്രാർത്ഥന ആവർത്തിച്ചു, അല്ലാഹുമ്മ ബയ്യിൻ ലനാ ഫിൽ ഖംരി ബയാനൻ ഷാഫിയ. ഓ അല്ലാഹ്, മദ്യവിഷയത്തിൽ തൃപ്തികരമായിട്ടുള്ളൊരു വിശദീകരണം നീ നൽകണേ. ഉമർ റളിയല്ലാഹു അൻഹു പ്രാർത്ഥന ആവർത്തിക്കാൻ. അപ്പം അതിൽ അങ്ങേയറ്റം ഗുരുതരമായിട്ടുള്ള പാപമുണ്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമയത്ത് അവരെ ഉണർത്തുകയാണ്. റസൂലുള്ളാഹിൻ്റെ അനുയായികളിൽപ്പെട്ട ചില സ്വഹാബികൾ ആ സമയത്തും അവർ മദ്യപിക്കുന്നുണ്ടായിരുന്നു. ഒരു സംഭവം അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് നടന്നൊരു സംഭവം സ്വഹീഹായിട്ടുള്ള ഉദ്ധരണികൾ കാണാൻ സാധിക്കും. ചില ആളുകൾ മദ്യപിച്ചുകൊണ്ട് അവർ നമസ്കാരത്തിന് വരികയാണ്. നമസ്കാരത്തിൽ വന്ന ആ മദ്യലഹരി കാരണം അവർ തെറ്റായിട്ട് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു. വലിയ അപകടമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാം അവർ തെറ്റിച്ചു പോയതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ ഉള്ളൊരു പ്രവൃത്തി അവരിൽ നിന്ന് വന്ന സമയത്ത് രണ്ടാമത്തെ സ്റ്റേജ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറത്തുൻ നിസാഇൻ്റെ 43-ാമത്തെ ആയത്ത് അടുത്ത ഘട്ടമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്ത് നൽകി. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖറബു സ്വലാത്ത വ അൻതും സുകാറ. ഓ വിശ്വാസികളെ, നിങ്ങൾ ലഹരി ബാധിച്ചവരായിട്ട് നിങ്ങൾ ആ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കരുത്. ഹത്താ തഅലമു മാ തഖൂലൂൻ, നിങ്ങൾ എന്താണ് പറയുന്നതെന്നുള്ള ബോധ്യമുണ്ടാകുന്നത് വരെ.
അപ്പം എന്താണ് ഉരുവിടെ നിന്നുള്ള ബോധ്യമില്ലാതെ അബോധാവസ്ഥയിലല്ല നിങ്ങൾ നമസ്കരിക്കേണ്ടത്. കാരണം അള്ളാഹിൻ്റെ മുമ്പിലാണ്, അള്ളാഹു സുബ്ഹാനഹു സംഭാഷണമാണ് നമസ്കാരം. അപ്പം അവിടെ വരികൾക്കിടയിലൂടെ ലഭിക്കുന്ന മറ്റൊരു സൈഡ് പോയിന്റ്, നമ്മൾ നമസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് പറയുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ബോധ്യം ആ നമസ്കരിക്കുന്ന ആൾക്ക് വേണം എന്നുള്ളതാണ്. അതല്ലാതെ അബോധാവസ്ഥയിൽ എന്തോ ഒരു അറബി പാരായണം ചെയ്യല്ല വേണ്ടത്. ആ ഒരു ബോധ്യം എങ്കിൽ മാത്രമേ നമസ്കാരത്തിൽ ആ ഒരു ഖുശൂ ലഭിക്കൂ എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ടാമതായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടാമത്തെ സ്റ്റേജായിട്ട് ഈ ഒരു കൽപ്പന നൽകുകയാണ്. ഇവിടെ ശ്രദ്ധേയമായിട്ട് അടിവരയിടേണ്ട ഒരു കാര്യം, അപ്പോൾ ആദ്യത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖംർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചു. ഈ ഒരു സമയത്ത് സുക്കാറ എന്നുള്ള പദമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചത്. ഇൻഷാ അല്ലാഹ് ആ ഒരു പോയിന്റിലേക്ക് പിന്നീട് നമ്മൾ കടന്നു വരും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സമൂഹത്തെ ഘട്ടം ഘട്ടമായിട്ട് സംസ്കരിച്ചെടുക്കുകയാണ്. ഈ ഒരു കൽപ്പന നൽകുന്നതിനോടൊപ്പം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആ വിശ്വാസത്തെ രൂഢമൂലമാക്കുന്നതിന് ഉതകുന്ന രൂപത്തിലുള്ള സൂറത്തുകളും അപ്പുറത്ത് നൽകുന്നുണ്ട്. നമുക്കറിയാം മക്കി സൂറത്തുകൾ വളരെ ശക്തമായിട്ടുള്ള സൂറത്തുകളാണ്. അത്തരം സൂറത്തുകൾ വഴി അവരുടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള വിശ്വാസം, മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസം എല്ലാം അടിയുറപ്പിക്കുന്നതിന് ഉതകുന്ന രൂപത്തിലുള്ള വചനങ്ങളും അതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ഈ ഒരു സ്റ്റേജിൽ ഈ ഒരു കൽപ്പന വന്നതോടുകൂടെ പിന്നീട് അവരെ സംബന്ധിച്ചിടത്തോളം മദ്യപിക്കാനുള്ള സമയം അവർ പരിമിതപ്പെടുത്തേണ്ടി വരികയാണ്. നമുക്കറിയാം മദ്യപിച്ച് കഴിഞ്ഞാൽ ആ ഒരു കിക്ക് അല്ലെങ്കിൽ അതിൻ്റെ ആ ലഹരിബാധ വിടണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും. 5 നേരത്തെ നമസ്കാരത്തിൽ പിന്നീട് അവർക്ക് ആകെ കുടിക്കാൻ പറ്റുന്ന ഒരു സമയം ഒന്ന് ഇശാ നമസ്കാരത്തിന് ശേഷമാണ്. പിന്നീട് അടുത്ത നമസ്കാരത്തിലേക്ക് വലിയൊരു സമയമുണ്ട്. അതല്ലെങ്കിൽ പിന്നീടുള്ള ഓപ്ഷൻ ആ ഫജറിന് ശേഷം ലഹർ വരെയുള്ള ആ ഒരു സമയം. ഈ 2 സമയത്ത് മാത്രമായിട്ട് അവരിൽ കുടിക്കുന്ന ആളുകൾ ആ സമയത്തേക്ക് പരിമിതപ്പെടുത്തേണ്ടി വരികയാണ്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേജിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു കൽപ്പന നൽകിയ സമയത്തും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ സമയത്തും തൃപ്തനാകുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹു വീണ്ടും ആ പഴയ പ്രാർത്ഥന ആവർത്തിക്കുകയാണ്. അല്ലാഹുമ്മ ബയ്യിൻ ലനാ ഫിൽ ഖംരി ബയാനൻ ഷാഫിയ. അല്ലാഹ് മദ്യവിഷയത്തിൽ തൃപ്തികരമായിട്ടുള്ളൊരു വിശദീകരണം നൽകണേ. അദ്ദേഹം മൂന്നാമതും പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമായിട്ട് ഇപ്പോൾ നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്ന ആ കോണ്ടക്സ്റ്റിലേക്ക് വരാണ്. ഉഹദിൻ്റെ അനന്തരം ഈ ഒരു സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മദ്യത്തെ സമ്പൂർണ്ണമായിട്ട് വിലക്കിക്കൊണ്ടുള്ള കൽപ്പന വരാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മാഇദയിലെ 90 മുതൽ 93 വരെയുള്ള ആയത്തുകൾ ഈ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. ആയത്തിൽ യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്വാൻ ഫജ്തനിബൂഹു ലഅല്ലക്കും തുഫ്ലിഹൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, സത്യവിശ്വാസികളെ, നിങ്ങൾ ആ മദ്യവും ചൂതാട്ടവും ലോട്ടറി അതേ രൂപത്തിലുള്ള കാര്യങ്ങൾ അതെല്ലാം പൈശാചികമായിട്ടുള്ള പ്രവൃത്തികളാണ്. അതെല്ലാം നിങ്ങൾ വർജിക്കുക, എങ്കിൽ നിങ്ങൾ വിജയികളായേക്കാം. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമയത്ത് നൽകുന്നത്. ഈ ഒരു ഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖംറിനെ സമ്പൂർണ്ണമായിട്ട് വിലക്കാണ്. എന്താണ് ഖംർ? ആ ഒരു പദത്തെ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഖംർ എന്നുള്ള പദത്തിൻ്റെ ഭാഷാപരമായിട്ടുള്ള അർത്ഥം യഥാർത്ഥത്തിൽ സത്ര, അതായത് മറക്കുക എന്നുള്ള അർത്ഥമാണ്. ഇപ്പോൾ ഭാഷയിൽ ഖിമാർ എന്ന് വെച്ചാൽ സ്ത്രീകളുടെ തലമറക്കുന്ന ആ ശിരോവസ്ത്രത്തെ ഖിമാർ എന്നാണ് ഭാഷയിൽ പറയുക. പരിശുദ്ധ ഖുർആനിൽ തന്നെ സൂറത്തു നൂറിൻ്റെ 31-ാമത്തെ ആയത്തിൽ വലിയ യദ്രിബിന ബിഖുമരിഹിന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ പദം അവിടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ തലമറക്കുക എന്നുള്ള അർത്ഥം വരുന്ന അതേ പദമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ലഹരികളെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മനുഷ്യനെ മൃഗങ്ങളിൽ നിന്നും വിഭിന്നനാക്കുന്നത് അല്ലെങ്കിൽ മനുഷ്യനെ ഉന്നത സൃഷ്ടിയാക്കി മാറ്റുന്നത് അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള അഖലാണ്. അതുപയോഗിച്ചിട്ടാണ് മനുഷ്യൻ ആ നന്മതിന്മകളെ വേർതിരിച്ചെടുക്കുന്നത്, അല്ലെങ്കിൽ ആ നല്ലതും ചീത്തയെല്ലാം വേർതിരിച്ചെടുക്കുന്നത് അവൻ്റെ അഖൽ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ശരീഅത്തിൽ ബുദ്ധിയില്ലാത്ത മജ്നൂനായിട്ടുള്ള ആളുകൾ അവർ തെറ്റുകാരല്ല, മരണാന്തര ജീവിതത്തിൽ അവർ അക്കൗണ്ടബിൾ അല്ല, കാരണം അവർക്ക് ബുദ്ധിയില്ല. അപ്പോൾ ഈ ബുദ്ധി അഖലാണ് അവനെ മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. ഇപ്പം മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ഇമ്പൾസിനനുസരിച്ച് അവർ പ്രവർത്തിക്കുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ പരിണിത ഫലങ്ങളെ സംബന്ധിച്ചൊന്നും മൃഗം ചിന്തിക്കാൻ പോകാറില്ല. വിശപ്പുണ്ടെങ്കിൽ മുന്നിൽ എവിടെ ഭക്ഷണം കണ്ടാലും അവർ പോയി തിന്നും. ഇപ്പോൾ മനുഷ്യനെ ആ രൂപത്തിലല്ല, മനുഷ്യനെ തടയുന്ന, അതായത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു കാര്യം അവന് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലും അതിൻ്റെ പരിണിത ഫലങ്ങൾ അത് മറ്റും പലതും ചിന്തിച്ചിട്ട് അവൻ ആ പ്രവൃത്തിയിൽ നിന്ന് അവൻ്റെ ബുദ്ധി തടയാറുണ്ട്. മനോഹരമായിട്ടുള്ളൊരു കാര്യം, ഇപ്പോൾ പരിശുദ്ധ ഖുർആനിൽ അഖലിനെ അല്ലെങ്കിൽ ആ ബുദ്ധിയെ സൂചിപ്പിക്കുന്ന ചില പര്യായ പദങ്ങൾ പോലും അതിനെ ശരിവെക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. പരിശുദ്ധ ഖുർആനിൽ ഇപ്പോൾ സൂറത്തുൽ ഫജ്റിൻ്റെ ആരംഭത്തിൽ 5-ാമത്തെ ആയത്തിൽ ഹൽഫി ദാലിക ഖസമുല്ലദി ഹിജ്ർ എന്നുള്ള പദമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ബുദ്ധിയെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചത്. ഹിജ്ർ എന്ന് വെച്ചാൽ വലിയ പാറക്കല്ല, ബോൾഡർ, അത് ഒന്നിനെ തടയുന്നതാണ്. അതേപോലെ തന്നെ വീണ്ടും സൂറത്ത് ത്വാഹയിലും സൂറത്ത് ത്വാഹയുടെ 54-ാമത്തെ ആയത്തിൽ ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലിഉലി നുഹ എന്നുള്ള പദത്തിന് അർത്ഥവും നമുക്കറിയാം. നഹ യൻഹ എന്ന് വെച്ചാൽ തടയുക എന്നുള്ള അർത്ഥമാണ്. അവിടെ ബുദ്ധിയെ കുറിക്കാൻ ആ പദമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചത്.
അപ്പോൾ നമ്മളെ തെറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഈ വിവേകശൂന്യമായിട്ടുള്ള പ്രവൃത്തിയിൽ നിന്നെല്ലാം നമ്മളെ തടയുന്നത് യഥാർത്ഥത്തിൽ ആ അഖിലാണ്. ആ ബുദ്ധിയെ മറക്കുന്ന പാനീയം അല്ലെങ്കിൽ മറക്കുന്ന പദാർത്ഥങ്ങളാണ് ലഹരി പദാർത്ഥങ്ങൾ. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഖംർ എന്നുള്ള പദം ഉപയോഗിച്ചത്. അപ്പോൾ ആ സവിശേഷമായിട്ടുള്ള ബുദ്ധി മറയുന്നതോടുകൂടെ പിന്നീട് അവന് മൃഗസമാനായിട്ട് മാറുകയാണ്. അപ്പോൾ ബോധം ഉണ്ടാകുന്ന സമയത്ത് ആളുകൾ കാണുമാറ് പരസ്യമായിട്ട് ചെയ്യാൻ ലജ്ജിക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം അവന് ആ ലഹരിയുടെ പുറത്ത് നിർലജ്ജം അവന് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, അതുകൊണ്ടാണിപ്പോൾ ആ മദ്യപിച്ച് കഴിഞ്ഞാൽ ആ മദ്യത്തിൻ്റെ പുറത്ത് പല സമയത്തും നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത രൂപത്തിലുള്ള തിന്മകൾ, സ്വന്തം മാതാപിതാക്കളെ അടിക്കുക, അല്ലെങ്കിൽ അവരെ വധിക്കുന്നത്, അല്ലെങ്കിൽ നീചമായിട്ടുള്ള ഹീനമായിട്ടുള്ള അറപ്പുളവാക്കുന്ന നിരവധി നീചമായിട്ടുള്ള തിന്മകൾ നമ്മൾ നിരന്തരം ആധുനിക കാലത്ത് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ എല്ലാം പിന്നിൽ ആ ലഹരിയുടെ സ്വാധീനം, മദ്യത്തിൻ്റെയും മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെയും സ്വാധീനം പിറകിൽ കാണാൻ സാധിക്കും. അപ്പം അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലും ഫഇന്നഹാ മിഫ്താഹു കുല്ലു ഷർർ, എല്ലാ ഷെറിൻ്റെയും എല്ലാ തിന്മകളുടെയും താക്കോൽ അല്ലെങ്കിൽ എല്ലാ തിന്മകളുടെയും മാതാവ് എന്നെല്ലാം മദ്യത്തെ റസൂലുള്ള വിശേഷിപ്പിക്കാനുള്ള കാരണം. അപ്പം അവിടെ മദ്യം മാത്രമല്ല, പ്രത്യേകമായിട്ടൊരു കാര്യം, നേരത്തെ സൂറത്ത് നിസാഇൻ്റെ ആയത്തിലും അൻതും സുക്കാറ എന്നുള്ള പദം ലഹരിയെ മൊത്തത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത്. അവിടെ ചേർത്ത് വായിക്കേണ്ട ഒരു പ്രസ്താവന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അൽ ഖംറു മാ ഖാമറൽ അഖൽ, അതായത് ബുദ്ധിയെ മറക്കുന്നതെല്ലാം ഖംറാണ്. ഖംർ എന്ന് വെച്ചാൽ മദ്യം മാത്രമല്ല. അതേപോലെ തന്നെ സ്വഹീഹായിട്ടുള്ള ഹദീസുകളിൽ സുനൻ തുർമുദിയിലും അതേപോലെ സ്വഹീഹ് മുസ്ലിമിലെല്ലാം കടന്നു വരുന്ന ഹദീസിൽ കുല്ലു മുസ്കിരിൻ ഖംർ, എല്ലാ ലഹരി വസ്തുക്കളും ഖംറാണ്. ഖംർ എന്ന് വെച്ചാൽ മദ്യം മാത്രമല്ല, എല്ലാ ലഹരി പദാർത്ഥങ്ങളും ഖംറാണ്. അതിനുശേഷം വകുല്ലു മുസ്കിരിൻ ഹറാം, എല്ലാ ലഹരി വസ്തുക്കൾ മുഴുവൻ നിഷിദ്ധാണ്. അത് മദ്യം മാത്രമല്ല, ഏത് ഡ്രഗ്സ്, ഏത് ലഹരി പദാർത്ഥങ്ങൾ മുഴുവൻ നിഷിദ്ധാണ്. മറ്റൊരു ഹദീസിലും അതിൻ്റെ ക്വാണ്ടിറ്റിയും റസൂലുള്ളാഹി പറയുന്നുണ്ട്, അത് എത്ര കുറച്ചായാലും ശരി, അതൊരു സൂചിമുനയിൽ, അതായത് എത്ര കുറച്ച് ക്വാണ്ടിറ്റി ആണെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഹറാമാണ് എന്നുള്ള. അപ്പോൾ ഇത്ര കൃത്യമായിട്ട് ആ ഒരു വിഷയത്തിൽ മാർഗദർശനം നൽകുന്ന മറ്റൊരു മതവും പ്രത്യയശാസ്ത്രവും ലോകത്ത് കാണാൻ സാധ്യമല്ല. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് അത് ആ ഒരു അധ്യാപനത്തിൻ്റെ എല്ലാം സമകാലിക ലോകത്തുള്ള അതിൻ്റെ ഒരു പ്രസക്തി ഞാൻ വിശദീകരിച്ച് തരേണ്ടതില്ല. ഈ ഒരു വിഷയത്തിൽ യാതൊരു എക്സ്ക്യൂസും ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല റിജ്സും മിൻ അമലി ശൈത്വാൻ, അത് പിശാചിൻ്റെ പ്രവർത്തനം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അപ്പോൾ മദ്യത്തിൻ്റെ പുറത്ത് മനുഷ്യർ ചെയ്തു കൂട്ടുന്നതെല്ലാം പൈശാചികമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. അത് തെറ്റാണെന്ന് അറിയാഞ്ഞിട്ടല്ല, മറിച്ച് ആ പിശാചിൻ്റെ പ്രലോഭനങ്ങൾക്ക് അടിമപ്പെട്ട് അവന് കുടിച്ചുകൊണ്ടേയിരിക്കുക, അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള പ്രവൃത്തികൾ ചെയ്തുകൊണ്ടേയിരിക്കുക. ചിന്തിച്ച് നോക്കാം, മറുപക്ഷത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര ഹലാൽ ഓപ്ഷൻ നൽകി. ഒരു 90-99% പാനീയങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അധിക ആളുകളുടെയും ഒഴുക്ക് ഈ ഹറാമിലേക്കാണ്. ഏതുപോലെയെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മുടെ തുടക്കം മുതൽ ആ രൂപത്തിൽ തന്നെയാണ് പിശാച് ചെയ്തിട്ടുള്ളത്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ സ്വർഗത്തിൽ എത്ര വൃക്ഷങ്ങളുണ്ടാവും, ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് വൃക്ഷങ്ങളുള്ള ആ സ്വർഗത്തിൽ ഒന്നു മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയത്. പക്ഷേ പിശാച് അതിലേക്ക് തന്നെ കൃത്യമായിട്ട് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ആ പ്രലോഭനങ്ങളിലൂടെ എത്തിക്കുകയാണ്. സമാനമായിട്ടാണ് ഇത്രയേറെ ഹലാലായിട്ടുള്ള ഓപ്ഷൻ നൽകിയിട്ടും പിശാച് ലോകത്തുള്ള ജനങ്ങളെ മുഴുവൻ ആ ഹറാമിലേക്ക് നയിച്ച് ആ രൂപത്തിലുള്ള പൈശാചികമായിട്ടുള്ള പ്രവൃത്തികളിലേക്ക് മനുഷ്യരെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പിശാചുമായിട്ട് അതിനെ ബന്ധിപ്പിച്ചതിലുള്ള യുക്തി. അപ്പം അതിനുശേഷം ആ മദ്യത്തോടൊപ്പം ചേർത്ത് പറയുന്നത് ആ മൈസിർ, ആ ചൂതാട്ടത്തെ സംബന്ധിച്ചാണ്. യുസർ എന്നുള്ള പദം നമുക്കറിയാം എളുപ്പത്തിൽ, അതായത് എളുപ്പത്തെ കുറിക്കുന്നതാണ്. എളുപ്പത്തിൽ പണം സമ്പാദിക്കാൻ സാധിക്കുമെന്നുള്ള ആ ഒരു മിഥ്യാധാരണയിലാണ് ചൂതാട്ടത്തെ ആളുകൾ സമീപിക്കുന്നത്. അത് രണ്ടും കോമൺ അഡിക്ഷനാണ്. പല സമയത്തും ഒന്നിനടിമപ്പെട്ട ആൾ മറ്റേതിനും അടിമയായിരിക്കും. അപ്പോൾ നമുക്കറിയാം, ലോകത്തെ ഏറ്റവും വലിയ കസിനോ, ലോകത്തെ ഏറ്റവും വലിയ ചൂതാട്ട കേന്ദ്രങ്ങളെല്ലാം അവിടെ മദ്യപാനം വളരെ വിപുലമായിട്ട്, അല്ലെങ്കിൽ അത് മദ്യം സെർവ് ചെയ്യുന്നുണ്ടാകും. ആദ്യം മദ്യപിക്കും, പിന്നെ ബോധമില്ലാതെ ആ കളിച്ച ആ പണം നഷ്ടപ്പെടുത്തും, പിന്നീട് അത് നഷ്ടപ്പെട്ട നിരാശയാകും. ആ നിരാശയുടെ പുറത്ത് പല സമയത്തും ആ പിന്നീട് പണം ലഭിക്കാൻ വേണ്ടി നിരവധി കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ കൊലപാതകം വരെയുള്ള ആ രൂപത്തിൽ ഒന്നിനു പുറകെ മറ്റൊന്നായിട്ട് ചെയിനായിട്ട് കിടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഈ ഒരു മദ്യപാനം കാരണം ഇപ്പോൾ ലോകത്തുള്ള കണക്കുകളിൽ നമുക്കതിൻ്റെ അപകടവശങ്ങൾ അറിയാഞ്ഞിട്ടല്ല, ആളുകൾ ബോധപൂർവം തന്നെയാണ് ആ ഒരു തെറ്റിലേക്ക് പോകുന്നത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO കണക്ക് പ്രകാരം ലോകത്ത് മദ്യം കാരണം ഓരോ വർഷവും 3 മില്യൺ 30 ലക്ഷം ആളുകളാണ് മദ്യം കാരണം മരണപ്പെടുന്നത്. അതേപോലെ തന്നെ ഇപ്പം നമ്മുടെ നാട്ടിലുള്ള റോഡ് അപകടങ്ങൾ 30%, ലോകത്തുടനീളമുള്ള 30% റോഡ് അപകടങ്ങളുടെയും കാരണം മദ്യപാനമാണ്. അപ്പം അതെല്ലാം നമുക്ക് ഈ കണക്കുകളെല്ലാം അറിഞ്ഞിട്ടും ആ ഒരു തെറ്റിലേക്ക് പിശാച് നിരന്തരം ആളുകളെ നയിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പോയിന്റിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ
ഉഹുദിന് ശേഷം ഈ ഒരു പോയിന്റിൽ വെച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല സമ്പൂർണ്ണമായിട്ട് ആ മദ്യത്തെ വിലക്കുകയാണ്. ഈ ഒരു ആയത്ത് വഹിയായിട്ട് ലഭിച്ച ഉടനെ റസൂലുള്ളാഹി പതിവ് പോലെ ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിളിപ്പിക്കുകയാണ്. ശേഷം ഈ സൂറത്തുൽ മാഇദയിലുള്ള ഈ ആയത്തുകൾ റസൂലുള്ളാഹി പാരായണം ചെയ്തു കൊടുക്കുകയാണ്. അപ്പോൾ ആയത്തുകൾ കേട്ട സമയത്ത്, ഇപ്പോൾ അടുത്ത ആയത്തിൽ 91-ാമത്തെ ആയത്തിൽ നിങ്ങൾ ആയത്ത് പാരായണം ചെയ്യുക. അതിൻ്റെ അവസാനത്തിൽ ഒരു ചോദ്യത്തോടു കൂടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവസാനിപ്പിക്കുന്നത്. ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾ ഇതിൽ നിന്നും വിരമിക്കാൻ തയ്യാറുണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ആയത്ത് കേട്ട ഉടനെ ഉമർ റളിയല്ലാഹു അൻഹു അതിനുള്ള പ്രതികരണമായിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഇൻതഹൈനാ യാ റബ്ബ്, ഇൻതഹൈനാ യാ റബ്ബ്, ഓ അല്ലാഹ് ഞങ്ങൾ വിരമിച്ചിരിക്കുന്നു, ഞങ്ങൾ പൂർണ്ണമായിട്ട് വിരമിച്ചിരിക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹു സന്തോഷത്തോടുകൂടെ ഉറക്കെ വിളിച്ചു പറഞ്ഞു എന്നുള്ള ഹദീസിൽ കാണാൻ സാധിക്കും. ഈ ഒരു കൽപ്പന ലഭിച്ച ഉടൻ റസൂലുള്ളാഹിൻ്റെ സമീപത്തുണ്ടായിരുന്ന ഒരു ദൂതൻ അയാൾ ആ മദീനയുടെ തെരുവിലേക്ക് ഓടുകയാണ്. അവിടെ കൂടിയുന്ന മുഴുവൻ ആളുകൾക്കായിട്ട് അയാൾ വിളിച്ചു പറഞ്ഞു, അലാ ഇന്നൽ ഖംറ ഖദ് ഹുർരിം, മദ്യം വിലക്കിയിട്ടുണ്ടെന്നുള്ള ആ വാർത്ത അയാൾ പരസ്യപ്പെടുത്തുകയാണ്. അപ്പം അത് കേട്ടുന്ന ആളുകൾ അവർ മുഴുവൻ അവിടെ ആ മദ്യം കച്ചവടം നടത്തിയിരുന്ന ആളുകൾ അവർ എത്രയോ വലിയ പണം കൊടുത്ത് ഒരു വർഷത്തിനെല്ലാം വാങ്ങി ശേഖരിച്ച മദ്യവീപ്പകൾ അവിടെയുണ്ട്. ആ ഒരു കൽപ്പന കേട്ടതോടുകൂടെ പിന്നീട് അവർ ആ പണം നഷ്ടപ്പെടില്ല, അല്ലെങ്കിൽ ഇത് വിറ്റതിന് ശേഷം അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല. ഉടനെ തന്നെ അവർ അത് തച്ചുടക്കുകയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ ഓൾറെഡി മദ്യപിച്ചു കൊണ്ടിരുന്ന ആളുകൾ അവർ ആ വായിൽ കൈയിട്ട് അവർ ഛർദ്ദിക്കുകയാണ്. ആ രൂപത്തിൽ മുഴുവൻ മദ്യശേഖരങ്ങളും അവർ നശിപ്പിച്ച് അന്നത്തെ ദിവസം ആ മദീനയുടെ വീഥികളിലൂടെ മദ്യം ചാലിട്ടൊഴുകി, മദ്യപ്പുഴ അവിടെ ഒഴുകി എന്നുള്ളതാണ്. യാതൊരു ഫോഴ്സ് അല്ലെങ്കിൽ ഒരു പട്ടാളോ പോലീസോ ഒന്നും വേണ്ടി വന്നില്ല. ആ ഒരു കൽപ്പന കേട്ട ഉടനെ തന്നെ അവർ മുഴുവൻ നശിപ്പിക്കുകയാണ്. സ്വഹീൽ ബുഖാരിയിൽ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അന്നത്തെ കാലത്ത് ഞങ്ങളൊരു പഴുത്ത കാരക്കയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രത്യേക മദ്യം ഉണ്ടായിരുന്നു. മുന്തിരി പോലെ തന്നെ ആ രൂപത്തിൽ ഞങ്ങൾ മദ്യം ഉണ്ടാക്കിയിരുന്നു. അത് ഞാൻ മറ്റ് ചിലർക്ക് വിളമ്പിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ദൂതൻ ഞങ്ങളിലേക്ക് വന്നത്. അങ്ങനെ അയാൾ ചോദിച്ചു, ആ വിവരം അറിഞ്ഞോ? അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, ഒമാദാക്ക്, എന്താണ് വിവരം? അയാൾ പറഞ്ഞു, ഹുർരിംതുൽ ഖംർ, ആ മദ്യം നിഷിദ്ധമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഉടനെ തന്നെ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, അവരാ മൊത്തം തോൽപാത്രങ്ങൾ അവരെ ശേഖരിച്ചു വെച്ച ആ മദ്യം മുഴുവൻ അത് ചൊരിച്ച് മുഴുവൻ അവർ നശിപ്പിച്ചു എന്നുള്ളതാണ്. അങ്ങനെ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ആ ദൂതൻ ആ വിവരം അറിയിച്ചതിൽ പിന്നീട് ഞങ്ങൾ അതിനെ സംബന്ധിച്ച് അന്വേഷിക്കാനോ വിശദീകരണം തേടാനോ ഒന്നും ഞങ്ങൾ പോയില്ല. ഹറാമാണെന്ന് കേട്ടതോടുകൂടെ ഉടനെ തന്നെ ആക്ഷൻ എടുക്കുകയാണ്. അപ്പം അത്രയും ആളുകൾ അവിടെ ഒരു പട്ടാളോ പോലീസോ എക്സൈസോ ഒന്നും വേണ്ടി വന്നില്ല, സ്വന്തം തന്നെ അവരത് മുഴുവൻ നശിപ്പിക്കുകയാണ്. അപ്പം ഈ രൂപത്തിലുള്ളൊരു മദ്യനിരോധനം ലോക ചരിത്രത്തിലെവിടെയും കാണാൻ സാധ്യമല്ല. അപ്പോൾ മദ്യം വിലക്കിയ പല സന്ദർഭത്തിലും ലോക ചരിത്രത്തിൽ പല നാടുകളിലും പല സന്ദർഭത്തിലായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അമേരിക്കയുടെ ചരിത്രത്തിൽ 1920-കളിൽ അവിടെ നടത്തിയ മദ്യനിരോധനം പ്രസിദ്ധമാണ്. മദ്യം നിരോധിച്ച് അതിൻ്റെ ഒരു ഔട്ട്കം ആ സമൂഹത്തിൽ അതോടുകൂടെ ക്രൈം റേറ്റ് കൂടി. അതേപോലെ തന്നെ നിയമവിരുദ്ധമായിട്ട് ഇല്ലീഗലായിട്ടുള്ള മദ്യക്കച്ചവടം അത് കാരണമുള്ള നിരവധി മരണങ്ങൾ. അവസാനം ആ നിയമം നടപ്പിലാക്കേണ്ട ആളുകൾ തന്നെ, ഒഫീഷ്യലായിട്ടുള്ള ആളുകളെ തന്നെ പിന്നീട് മദ്യപിക്കുന്നതായിട്ട് പരസ്യമായിട്ട് പിടിക്കപ്പെടുകയാണ്. അതുകൊണ്ട് യാതൊരു മാറ്റവും അവർ പ്രതീക്ഷിച്ച് ഒരു മാറ്റവും വന്നില്ല. അവസാനം അതിൻ്റെ നെഗറ്റീവ് ഫലം കാരണം 10-13 വർഷങ്ങൾക്ക് ശേഷം 1933-ൽ ആ നിയമം തന്നെ അവർ റദ്ദാക്കേണ്ടി വരികയാണ്. ഈ രൂപത്തിലായിരുന്നു ലോക ചരിത്രത്തിൽ പല സ്ഥലത്തും. പക്ഷേ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേവലം ഒരു നിർദ്ദേശം വഴി ഈ രൂപത്തിൽ മദ്യപ്പുഴ അവിടെ ഒഴുകുകയാണ്. അതിൻ്റെ കാരണം അത്രയേറെ അവരുടെ ഹൃദയത്തിൽ ആ വിശ്വാസം ഉറച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തിൽ ആ വിശ്വാസത്തിൻ്റെ വേരുറക്കുന്ന രൂപത്തിലുള്ള കൽപ്പനകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അധ്യാപനങ്ങളാണ് തുടക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. അതിനുശേഷം ആ വേരുറച്ചതിന് ശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമങ്ങൾ നൽകിയത്. അതുകൊണ്ട് തന്നെ ആ കൽപ്പന ലഭിച്ച ഉടനെ തന്നെ അവർക്ക് നിസ്സാരമായിട്ട് ഇത് ഉപേക്ഷിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. പലപ്പോഴും ഇത്തരം ഹറാമുകൾ നമുക്ക് വർജിക്കാനുള്ള പ്രയാസം നമ്മുടെ വേര് അത്ര ഉറച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. മനോഹരമായിട്ടൊരു പ്രസ്താവന ആയിഷ റളിയല്ലാഹു അൻഹ സ്വഹീൽ ബുഖാരി കടന്നു വരുന്നൊരു ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ആദ്യമായിട്ട് പരിശുദ്ധ ഖുർആനിൽ ആ വിശ്വാസത്തെ ഉറപ്പിക്കുന്ന ചെറിയ അധ്യായങ്ങൾ മുഫസ്സലായിട്ടുള്ള സൂറത്തുകളാണ് ആദ്യം ഇറങ്ങിയത്. അതായത് പ്രധാനമായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചുള്ള വിശ്വാസം, നരകസ്വർഗം, അതായത് മരണാനന്തര ജീവിതത്തെ പ്രതിപാദിക്കുന്ന സൂറത്തുകളാണ് ആദ്യം നൽകിയത്. അത് ഏറ്റവും ശക്തമായിരുന്നു. മക്കി സൂറത്തുകൾ അത്രയേറെ പവർഫുള്ളാണ്. അതിനുശേഷം ആ ഹൃദയത്തിൽ ആ വേര് ഉറച്ചതിന് ശേഷം ആ വിധിവിലക്കുകൾ ഞങ്ങൾക്ക് നൽകി. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, വലൗ നസല അവ്വല ഷൈഇൻ ലാ തശ്റബുൽ ഖംറ ലഖാലു ലാ നദഉൽ ഖംറ അബദ. ആദ്യം തന്നെ ഞങ്ങളോട് ആ മദ്യം ഉപേക്ഷിക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ വ്യഭിചരിക്കരുത് എന്ന് ആദ്യം തന്നെ പറഞ്ഞിരുന്നെങ്കിൽ ഒരാളും അത് ചെയ്യുമായിരുന്നില്ല. സുബ്ഹാനല്ലാഹ്. ഈ ഒരു ഹദീസ് വോള്യങ്ങളാണ് സംസാരിക്കുന്നത്. ആദ്യം അവരെ വിശ്വാസപരമായിട്ട് വേരുറപ്പിച്ചതിന് ശേഷമാണ് നിയമങ്ങൾ നൽകിയത്. തിരിച്ചായിരുന്നെങ്കിൽ ഒരാളും
ആ കൽപ്പനകൾ പിൻപറ്റുമായിരുന്നില്ല. അതാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്. അപ്പോൾ ആ രൂപത്തിലായിരിക്കണം നമ്മൾ ആ ദീനീ പ്രബോധനത്തെ, ആ തെർബിയത്തും ആ രൂപത്തിലായിരിക്കണം നൽകേണ്ടത്. വലിയൊരു പാഠം കൂടെയാണ്. അതായത് നമ്മൾ ആളുകൾ ഇമോഷണലായിട്ടൊരു കണക്ഷൻ രൂപപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ അവിടെ ഒരു ബോണ്ട് വരും. ബോണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നീട് സ്നേഹം തന്നാലെ വരും. സ്നേഹിക്കുന്ന സമയത്ത് സ്നേഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി എന്തും നിസ്സാരമായിട്ട് ഉപേക്ഷിക്കാൻ ആളുകൾ സന്നദ്ധമാകും. അപ്പോൾ ആദ്യത്തിൽ ആ ഒരു ബോണ്ട് വരണമെങ്കിൽ ആ വേരുറക്കേണ്ടതുണ്ട്. വേരുറക്കണമെങ്കിൽ ഓരോന്നിൻ്റെയും കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് ചെയ്യുന്നതെന്നല്ല അറിയേണ്ടത്, എന്തുകൊണ്ട് ചെയ്യുന്ന ആ വൈ എന്നുള്ള ഭാഗം പല സമയത്ത് നമ്മൾ അഡ്രസ്സ് ചെയ്യാറില്ല. ഇപ്പോൾ മക്കളെ പഠിപ്പിക്കുന്ന സമയത്ത് പോലും ഇപ്പോൾ നിരവധി ഫിഖിയായിട്ടുള്ള കർമ്മശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ, നമസ്കരിക്കണം നമ്മൾ നിരന്തരം പറയും, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കണം എന്ന് പറയും. പക്ഷേ എന്തുകൊണ്ട് നമസ്കരിക്കണം, എന്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല, ആ എന്തുകൊണ്ട് എന്നുള്ള വൈ എന്നുള്ള ഭാഗം പലപ്പോഴും നമ്മൾ അഡ്രസ്സ് ചെയ്യാറില്ല. അതാണ് യഥാർത്ഥത്തിൽ വേര്. അത് അറിയുന്ന സമയത്ത് ആ വൃക്ഷം, അതായത് ആ വൃക്ഷത്തിൻ്റെ വേരുറക്കും എന്നുള്ളതാണ്. അപ്പം അതല്ലാതെ ഹറാം ഹലാൽ ആ നിയമങ്ങൾ മാത്രമായിട്ടാണ് പഠിപ്പിക്കുന്നതെങ്കിൽ അത് വേരുറക്കാതെ വളരുന്നൊരു വൃക്ഷം പോലെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വിശ്വാസത്തെ ആ വൃക്ഷത്തോട് ഉപമിച്ച സന്ദർഭത്തിലും മനോഹരമായിട്ടുള്ള ഉപമയിൽ പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഇബ്രാഹിമിൻ്റെ 24-ാമത്തെ ആയത്തിൽ അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അസ്ലുഹാ സാബിത്തുൻ വ ഫർഉഹാ ഫിസ്സമാ. ആ വേര് മുരട് ഉറച്ചതാണ്, ആ രൂപത്തിലാണ്. അപ്പം മക്കീ സൂറത്തുകൾ മക്കയിൽ ആ മുരട് ഉറപ്പിക്കായിരുന്നു. അതിനുശേഷം മദീനയിൽ ആ വൃക്ഷം ആ വളർന്ന് പടർന്ന് പന്തലിച്ച ആ ശാഖകൾ പിന്നീട് ആ ഫലങ്ങളെല്ലാം കായ്ക്കുന്നത് മദീനയിൽ വെച്ചാണ്, ആ രൂപത്തിലാണ്. അപ്പം നമ്മൾ ഈ വേര് ഉറപ്പിക്കാതെ വളർത്തുകയാണെങ്കിൽ നാളെ ആ കുട്ടികൾ വളർന്ന് പിന്നീട് ക്യാമ്പസിലെല്ലാം എത്തുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഭൗതികവാദിയുടെ ഒരു ദുർഗന്ധം വമിക്കുന്ന ഒരു കാറ്റ് വരുന്നതോടുകൂടെ ആ മരം നിലംപൊത്താണ്. ആ രൂപത്തിലാകരുത്. ആ വേരുറപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള തെർബിയത്ത്, അതായത് ഈ രൂപത്തിലുള്ളൊരു തെർബിയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് എന്തുകൊണ്ടെന്നുള്ള ഭാഗം, അള്ളാഹിനെ സംബന്ധിച്ചുള്ള വിശ്വാസം, അതേപോലെ തന്നെ മരണാനന്തര ജീവിതത്തിലുള്ള ആ വിശ്വാസം, അതെല്ലാം അടിയുറപ്പിക്കുന്ന സമയത്ത് ആ നിയമങ്ങൾ അവർ പറയാതെ തന്നെ അവർ പിൻപറ്റും എന്നുള്ളതാണ്. അതാണ് ആയിഷ റളിയല്ലാഹു അൻഹ മനോഹരമായിട്ടുള്ള ഒരു ഹദീസിലും നമ്മളെ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ ചുരുക്കത്തിൽ ഈ ഒരു പോയിന്റിൽ ആ മദ്യവും മറ്റുള്ള ലഹരി പദാർത്ഥങ്ങളെല്ലാം ശക്തമായിട്ടുള്ള ഭാഷയിൽ ഇസ്ലാം നിരോധിക്കുകയാണ്. അതിൻ്റെ ഒരു ഗൗരവം റസൂലുള്ള നിരവധി ഹദീസുകൾ, ഇമാം അഹ്മദിൻ്റെ മുസ്നദിൽ കടന്നു വരുന്ന ഒരു ഹദീസിൽ റസൂലുള്ള പറഞ്ഞ ആ മദ്യം കഴിക്കുന്ന ആളുകൾ, അത് വാങ്ങുന്ന ആളുകൾ, അത് വിൽക്കുന്ന ആളുകൾ, അത് ശേഖരിക്കുന്ന ആളുകൾ, അവരുടെ മീതെ അള്ളാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിരിക്കുന്നു. അള്ളാഹിൻ്റെ ശാപം, ആ ലഅന അവരുടെ മീതെ ഉണ്ടാകും. അപ്പോൾ ഇത്രയേറെ ക്ലിയറാണ് കാര്യങ്ങൾ. പക്ഷേ നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ ദൗർഭാഗ്യവശാൽ അതിൻ്റെ ഉപയോഗം കൂടി വരിക, വർദ്ധിച്ചു വരികയാണ്. അവിടെയും റസൂലുള്ളാഹിൻ്റെ ഒരു പ്രവചനം ചേർത്ത് വായിക്കേണ്ടത്. സ്വഹീൽ ബുഖാരി തന്നെ റസൂലുള്ള ആ ഖിയാമത്ത് നാളിൻ്റെ, അന്ത്യനാളിൻ്റെ അടയാളങ്ങൾ, അശ്റാത്തു സാ റസൂലുള്ള പറഞ്ഞ സമയത്ത് റസൂലുള്ള പറഞ്ഞു, അന്ത്യനാളാകുന്ന സമയത്ത് ഇന്ന മിൻ അശ്റാത്തി സാ യക്സുറു ഷുർബൽ ഖംർ, ആ മദ്യത്തിൻ്റെ ഉപയോഗം, മദ്യപാനം പെരുകും. പല രൂപത്തിൽ മദ്യത്തിനെ അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങളെ പല പേരിൽ അവർ ഹലാലാക്കി മാറ്റും എന്നുള്ളതാണ്. അപ്പം അതന്നെ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം പഴയ കാലത്തെല്ലാം ഒരു 19 വർഷം പിറകിലേക്ക് പോകുന്ന സമയത്ത് ഏതെങ്കിലും ഒരാൾ മദ്യപിക്കുന്ന ഒരാൾ ഒരു നാട്ടിലുണ്ടെങ്കിൽ ആ നാട്ടുകാർക്ക് മുഴുവൻ അയാളെ അറിയാമായിരുന്നില്ല. കുട്ടികൾ പോലും അയാളുടെ സമീപത്തൂടെ, ആ വീടിന് സമീപത്തൂടെ പോകാൻ ഭയപ്പെട്ടൊരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അതൊരു സ്റ്റാറ്റസിൻ്റെ, അല്ലെങ്കിൽ മദ്യപിക്കുന്നത് അഭിമാനത്തോടുകൂടെ പറയുന്ന വിധം അത്രയേറെ ആ ഒരു ശീലം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. വലിയ വലിയ സെലിബ്രിറ്റികളായിട്ടുള്ള ആളുകൾ പോലും അതിനെ യാതൊരു നാണവുമില്ലാതെ അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന വിധം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആഘോഷ നിമിഷങ്ങളിലെല്ലാം ആ മദ്യപ്പുഴ ഒഴുകുന്ന രൂപത്തിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മദ്യപാനം വിലക്കിക്കൊണ്ടുള്ള ഈ ഒരു ആയത്ത് വന്ന സമയത്ത് സ്വഹാബികൾ റസൂലുള്ളാഹിനെ സമീപിച്ചുകൊണ്ട് ചോദിച്ചോ, പ്രവാചകരെ, ഞങ്ങളിൽ പല ആളുകളും ഈ ഒരു വിലക്ക് വരുന്നതിന് മുമ്പ് നിരവധി ആളുകൾ മരണപ്പെട്ടിട്ടുണ്ടല്ലോ, അവരുടെ കാര്യം എന്താണ്, അവരുടെ വിധി എന്താണ്? അപ്പോൾ ഈ ഒരു സൂറത്തുൽ മാഇദയിലെ 91-ാമത്തെ വചനം അവതരിപ്പിച്ച സമയത്ത് അവർ വന്ന് ചോദിക്കുകയാണ്. സുനൻ തുർമുദിയിൽ കടന്നു വരുന്ന ഹദീസിൽ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. അവർ വന്നുകൊണ്ട് ചോദിച്ചു, കൈഫ ബി അസ്ഹാബിന വഖദ് മാതു യശ്റബൂന അൽ ഖംറ, നേരത്തെ മദ്യപിച്ച് മരണപ്പെട്ടവരുടെ വിധി എന്താണ്? ആ സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആ ചോദ്യത്തിനുള്ള മറുപടിയായിട്ടാണ് സൂറത്തുൽ മാഇദയിലെ 93-ാമത്തെ ആയത്ത് പിന്നീട് നൽകിയത്. ആ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലൈസ അലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ജുനാഹുൻ ഫീമാ തുഇമു, സത്യവിശ്വാസം സ്വീകരിച്ച് ആ സൽക്കർമ്മം അനുഷ്ഠിച്ച ആളുകൾ അവർ മുമ്പ് കഴിച്ചതിൻ്റെ പേരിൽ കുറ്റമില്ല എന്നുള്ള, അതായത് ഈ ഒരു പോയിന്റിന് മുമ്പ് മദ്യപിച്ചുകൊണ്ട് മരണപ്പെട്ട ആളുകൾക്ക് കുറ്റമില്ല. കാരണം ഈ ഒരു പോയിന്റ് മുതലാണ് ആ ഒരു നിയമം വരുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല 93-ാമത്തെ ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലം അതായിരുന്നു. അതും ഇതുമായിട്ട് ചേർത്ത് മനസ്സിലാക്കേണ്ടതാണ്. ഈ ഒരു വിലക്ക് അവിടെ വരികയാണ്.
ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗത്ത് ഫ്രഷായിട്ട് നമുക്ക് ആ ഒരു അടുത്ത ഭാഗത്ത് പ്രധാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഒരു സൈനിക നിയോഗം, അബൂസലമയുമായിട്ട് ബന്ധപ്പെട്ട, ഉമ്മുസലമ റളിയല്ലാഹു അൻഹുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചരിത്രം ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് അടുത്ത ഭാഗത്ത് നമുക്ക് സൂചിപ്പിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രം അത് ആഴത്തിൽ പഠിക്കാനും അത് കഴിയുന്നത്ര ഉൾക്കൊള്ളാനും അതനുസരിച്ച് ജീവിച്ച് നാളെ അവരോടൊപ്പം സ്വർഗത്തിൽ ഒരുമിക്കാനുള്ള സൗഭാഗ്യം നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അയ്യുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബനാ ലാ തുസിഅ ഖുലൂബനാ ബഅദ ഇദ ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.